നാം കടന്നു വന്ന സമയം മുതൽ കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാനിടയായി. ദൈവത്തെ പാടി ആരാധിക്കുവാൻ, നല്ല പാട്ടുകൾ പാടുവാൻ, സങ്കീർത്തന ഭാഗത്തിൽ നിന്ന് ധ്യാനിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകിയല്ലോ. ഈ ദൈവവചനം ധ്യാനിക്കുമ്പോഴൊക്കെയും നമ്മുടെ ജീവിതത്തിൽ വലിയ ആനന്ദവും സന്തോഷവുമാണ്. സ്തോത്രം. അതിൽ സന്തോഷം കണ്ടെത്തുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പലയിടങ്ങളിൽ നിന്നായിട്ട് ദൈവമക്കൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. നിശ്ചയമായും നാം ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്നത് ഒരു അനുഗ്രഹത്തിന് കാരണമാകും. കടന്നു വരുവാൻ കഴിയാതെ ഭവനങ്ങളിൽ നമ്മെ വാച്ച് ചെയ്യുന്ന പ്രിയപ്പെട്ടവരെയും കർത്താവ് നിശ്ചയമായും അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം ഇന്ന് വായിച്ചു കേട്ടല്ലോ, സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. നാം അത്ഭുതമല്ല, പക്ഷെ ദൈവം നമ്മെ അത്ഭുതം ആക്കും. ആ ദൈവം എന്നെയും ഒരത്ഭുതമാക്കണമേ എന്ന് നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, മറ്റുള്ളവർക്ക് എന്നെ ഒരു അത്ഭുതമാക്കണമേ. നമ്മുടെ ദൈവത്തിന്റെ പേര് തന്നെ അത്ഭുത മന്ത്രി എന്നാണ്. അവൻ ആരെ തൊട്ടിട്ടുണ്ടോ അവരെല്ലാവരും അത്ഭുതമായിട്ടുണ്ട്. ആ കർത്താവ് ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. നമ്മെയും ഒന്ന് തൊട്ടാൽ നാമും ഇന്നൊരു അത്ഭുതമാകും. സ്തോത്രം. ഹല്ലേലൂയ. ആ പ്രതീക്ഷയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ലോകത്തിൽ നടക്കുന്ന അനിഷ്ട സംഭവങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടല്ലോ. യുദ്ധം നടക്കുന്നത് നമുക്ക് സന്തോഷമല്ല, അത് അനേകർക്ക് ദുഃഖം വരുത്തുന്നതാണ്, ക്ലേശം വരുത്തുന്നതാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ ഇപ്രകാരം ചിന്തിച്ചു, എങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു ജാതിയെ മുഴുവനും ഭൂമിയിൽ നിന്ന് തുടച്ചു കളയണം, പേരില്ലാതാക്കണമെന്ന് പറയുവാൻ കഴിയും? അതൊരു മനുഷ്യത്വമുള്ള കാര്യമല്ലല്ലോ. സ്തോത്രം. മാത്രമല്ല, അവരറിയാതെ തന്നെ അവരുടെ സമീപത്ത് വളരെ ആഴത്തിൽ അവരെ നശിപ്പിക്കുവാനുള്ള ആ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു വെച്ചിരിക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ അയ്യോ, വളരെ ദുഃഖം തോന്നും. ഞാൻ അതിൻ്റെ മുമ്പിൽ എൻ്റെ വിഷയം ഓർക്കുന്നത് ഇങ്ങനെയായിരുന്നു, കർത്താവെ, ഞാൻ അറിയാതെ എൻ്റെ കുടുംബത്തെ നശിപ്പിക്കുവാൻ, എൻ്റെ തലമുറകളെ നശിപ്പിക്കുവാൻ അഗാധ ഗർത്തത്തിൽ ശത്രു ഒളിച്ചു വെച്ചിരിക്കുന്നതായ ആയുധങ്ങളെ ദൈവം തകർത്ത് ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണമേ, വിടുവിക്കണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു. ഈ ലോക സംഭവങ്ങളെല്ലാം കാണുമ്പോൾ അത് നമ്മുടെ ജീവിതവുമായി റിലേറ്റ് ചെയ്ത് ആത്മീയമായ വിഷയങ്ങൾക്കായി നമുക്ക് ഫോക്കസ് ചെയ്യാം. നമുക്കും ഒരു ശത്രുവുണ്ട്. ഇസ്രായേലിനൊരു ശത്രുവുണ്ട്. അവരെ നശിപ്പിക്കുമെന്ന് വാദിക്കുന്നത് പോലെ നമ്മെയും നശിപ്പിക്കുമെന്ന് പറഞ്ഞു വാദിക്കുന്ന ഒരു ശത്രുവുണ്ട്. എന്നാൽ നമുക്കത് അറിയത്തില്ലെങ്കിലും അതിൽ നമ്മെ വിടുവിക്കുവാൻ നമ്മുടെ ദൈവം ഉണ്ട്. അതുകൊണ്ടാണ് ഇയ്യോബ് ഇങ്ങനെ പറഞ്ഞത്, അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്നവരിവൻ ആര്? എന്താ, എനിക്കറിയത്തില്ലായിരുന്നു എന്നെ നശിപ്പിക്കുവാൻ ശത്രു പ്ലാൻ ചെയ്തത്, പക്ഷേ ഞാൻ അറിയാതെ തന്നെ ആ ശത്രുവിന്റെ ആലോചനകളെ നീ മറിച്ചു കളഞ്ഞ് എന്നെ പ്രൊട്ടക്ട് ചെയ്തല്ലോ എന്നാണ് ദൈവം പറയുന്നത്. ദൈവമക്കളെ, എത്രയോ പ്രാവശ്യം നമ്മെയും നശിപ്പിച്ചു കളയുവാൻ ശത്രു പ്ലാൻ ചെയ്തതാണ്. നമ്മൾ പോലും ഒരുപക്ഷെ അറിഞ്ഞിട്ടില്ലായിരിക്കാം. അതെല്ലാം ക്യാൻസൽ ചെയ്ത് നമ്മെ ഇന്ന് ജീവനോടെ ആക്കിയിരിക്കുന്നത് ദൈവത്തിന്റെ ഒരു അത്ഭുതമല്ലേ? നമ്മെ നശിപ്പിക്കുവാൻ നോക്കിയ ശക്തികൾ മനുഷ്യരാണെങ്കിൽ അവർക്കെല്ലാം ഇപ്പൊ നമ്മളൊരു അത്ഭുതമായിരിക്കും. അയ്യോ, ഇവരെന്താ ഇപ്പോഴും ജീവനോടിരിക്കുന്നത്? ആമേൻ. ദൈവം നമ്മെ ഒരു അത്ഭുതമാക്കിയിരിക്കുകയല്ലേ? അത് നമ്മുടെ പ്രത്യേകതയല്ല, നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇന്ന് പകലിൽ അല്പസമയം ധ്യാനിക്കുവാനായി ദൈവാത്മാവ് എനിക്ക് പ്രേരണ നൽകിയ ഒരു വേദഭാഗം നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ നിന്നാണ്. അതിന്റെ 10-ാം അധ്യായമാണ്. നെഹമ്യാവിന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 28-ഉം 29-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നെഹമ്യാവ് 10, 28, 29. ഞാൻ വായിക്കുന്നു. ശേഷം ജനത്തിൽ
പുരോഹിതന്മാരും ലേവ്യരും വാതിൽ കാവൽക്കാരും സംഗീതക്കാരും ദേവാലയദാസന്മാരും ദേശത്തെ ജാതികളോട് വേർപെട്ട് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിലേക്ക് തിരിഞ്ഞു വരുന്നവരൊക്കെയും അവരുടെ ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരുമായി പരിജ്ഞാനവും തിരിച്ചറിവുമുള്ള ഏവരും ശ്രേഷ്ഠന്മാരായ തങ്ങളുടെ സഹോദരന്മാരോട് ചേർന്ന് ദൈവത്തിന്റെ ദാസനായ മോശ മുഖാന്തരം നൽകപ്പെട്ട ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിച്ച് നടക്കുമെന്നും ഞങ്ങളുടെ കർത്താവായ യഹോവയുടെ സകല കൽപ്പനകളും വിധികളും ചട്ടങ്ങളും പ്രമാണിച്ച് ആചരിക്കുമെന്നും ഞങ്ങളുടെ പുത്രിമാരെ ദേശത്തിലെ ജാതികൾക്ക് കൊടുക്കുകയോ ഞങ്ങളുടെ പുത്രന്മാർക്ക് അവരുടെ പുത്രിമാരെ എടുക്കുകയോ ചെയ്യുകയില്ല എന്നും ദേശത്തെ ജാതികൾ ശബത്ത് നാളിൽ ചരക്കോ യാതൊരു ഭക്ഷണ സാധനമോ വിൽപ്പാൻ കൊണ്ടുവന്നാൽ ഞങ്ങൾ അത് ശബത്ത് നാളിലും വിശുദ്ധ ദിവസത്തിലും അവരോട് മേടിക്കുകയില്ല എന്നും 7-ാം ആണ്ടിലെ വിമോചന സംവത്സരം എല്ലാ കടവും ഇളച്ചു കൊടുക്കുമെന്നും പ്രമാണിക്കുമെന്നും ശപഥവും സത്യവും ചെയ്തു. സ്തോത്രം. താഴോട്ടുള്ള ചില വാക്യങ്ങൾ കൂടെ വായിക്കണം. ഇന്ന് ഈ വായിച്ച എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഞാൻ സംസാരിക്കുവാനും സമയമെടുക്കത്തില്ല. വളരെ ചുരുങ്ങിയ ചില ചിന്തകൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ നെഹമ്യാവിന്റെ പുസ്തകം നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു പുസ്തകമാണ്. നെഹമ്യാവ് രാജകൊട്ടാരത്തിൽ നല്ല ഒരു ജോലിയിൽ രാജാവിന്റെ പാനപാത്രവാഹനായിരിക്കുമ്പോൾ തന്റെ സഹോദരങ്ങൾ അവിടേക്ക് വന്നവരിൽ നിന്നും അറിഞ്ഞു യെരൂശലേമിന്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുകയാണ്, വാതിലുകൾ ചുട്ടുവെന്ത് കിടക്കുകയാണ്, അപമാനമായിരിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ദുഃഖമായി. താനിരുന്ന് കരഞ്ഞു, പ്രാർത്ഥിച്ചു. ദൈവം രാജാവിന്റെ മനസ്സിനെ ഉണർത്തി പെർമിഷൻ കൊടുത്ത് ആലയം അതിന്റെ വാതില് പണിക്കായിട്ട് കടന്നുപോയി. പ്രതികൂലങ്ങളൊക്കെ കടന്നു വന്നെങ്കിലും ദൈവത്തിന്റെ കൃപയാൽ 52 ദിവസങ്ങൾ കൊണ്ട് മതിലു പണികളെല്ലാം പൂർത്തിയാക്കി. എസ്രയുടെ നേതൃത്വത്തിലും നെഹമ്യാവിന്റെ നേതൃത്വത്തിലും യെരൂശലേമിന്റെ മതിലുകളെല്ലാം പണിതു, വാതിലുകളെല്ലാം പൂർത്തിയാക്കി, എല്ലാം മനോഹരമാക്കി. അപ്പോൾ അദ്ദേഹം ചെയ്തൊരു കാര്യം, അവരൊരു ഒരു ഒരു ഇവാലുവേഷൻ നടത്തി. നമുക്കെന്താ ഇങ്ങനെ സംഭവിച്ചത്, നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അപ്പോൾ അവർക്ക് മനസ്സിലായി ചില പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു. നമ്മൾ നമ്മുടെ ദൈവത്തിന്റെ ന്യായപ്രമാണം പൂർണ്ണമായിട്ട് അനുസരിച്ചില്ല. നമ്മൾ ദൈവം പറഞ്ഞ ചില കൽപ്പനകൾ ലംഘിച്ചിട്ട് അന്യജാതികളുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടു. ദൈവത്തിന്റെ ആലോചന പ്രകാരം ഉള്ള ശബത്ത് നാളിനെ നാം ലംഘിച്ചു. അന്ന് ശബത്തിന്റെ ഏഴാമത്തെ ശബത്ത് നാളിൽ, ശബത്ത് വർഷത്തിൽ കടങ്ങളെല്ലാം ഇളച്ചു കൊടുക്കണം, അടിമകളെയൊക്കെ വിടണമെന്ന് പറഞ്ഞ ആ കാര്യങ്ങൾ നമ്മൾ ലംഘിച്ചു. അതുമാത്രമല്ല, ദേവാലയത്തിലെ കാര്യങ്ങൾക്കെല്ലാം ഭംഗം വന്നു. നമ്മൾ അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെ നമ്മളുടെ പ്രോഫിറ്റിന് വേണ്ടി നമ്മൾ ശബത്ത് നാളിലും പോയി ബിസിനസ് നടത്തുന്നവരിലേക്ക് ചെന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അന്ന് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ നോക്കി. നമുക്കിനിയും അത് മാത്രമല്ല, നമ്മൾ ഈ ദേവാലയത്തിലെ ചില കാര്യങ്ങളൊക്കെ അവഗണിച്ചതിന്റെ ഫലമായിട്ട് വിറക് കൊടുക്കേണ്ട സമയത്ത് വിറക് നമ്മൾ ദേവാലയത്തിൽ കൊടുത്തില്ല. ഈ കാഴ്ചയപ്പത്തിന്റെ മേശയിൽ അപ്പമൊക്കെ അടുക്കി വെക്കേണ്ട കാര്യത്തിന് വേണ്ടി നമ്മൾ മാവോ എണ്ണയൊന്നും കൊണ്ടു കൊടുത്തില്ല. അതുകൊണ്ട് അതിനും കുഴപ്പം വന്നു. ഈ ദേവാലയത്തിലെ വിളക്ക് കെട്ടുപോകാതിരിക്കണമെന്നുള്ളത് പ്രമാണമായിരുന്നു, അതിനും കുഴപ്പം വന്നു. ദേവാലയം നമ്മളെ ഉപേക്ഷിച്ചു. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്കിനിയും ഈ തെറ്റുകൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ഉടമ്പടി ചെയ്യാം. നമുക്ക് 38-ാം വാക്യത്തിൽ നമ്മൾ വായിക്കും, നെഹമ്യാവ് 9:38 ഇതൊക്കെയും ഓർത്ത് ഞങ്ങൾ സ്ഥിരമായൊരു നിയമം ചെയ്ത് എഴുതുന്നു. നമുക്കൊരു നിയമം എഴുതി വെക്കാം.
ഇത് ഇങ്ങനെയൊക്കെയാണല്ലോ നമുക്ക് സംഭവിച്ചത്. അതിന്റെ കാരണം ഇനി അത് നമുക്ക് ആവർത്തിക്കപ്പെടാൻ പാടില്ല. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, എപ്പോഴും നമ്മൾ ഒരു വിടുതൽ പ്രാപിച്ചാൽ, ദൈവത്തിങ്കിൽ നിന്നും ഒരു നന്മ പ്രാപിച്ചാൽ, അതങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അങ്ങ് നിലനിൽക്കുമെന്ന് നമ്മൾ വിചാരിക്കരുത്. അത് കീപ്പ് ചെയ്യണമെങ്കിൽ, അത് നിലനിർത്തണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യണം. ഉദാഹരണം, ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് ദൈവം വിടുവിച്ചു. അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് പുറപ്പാട് പുസ്തകം 13-14 അധ്യായങ്ങളിൽ ദൈവം എങ്ങനെ ചെങ്കടലിനെ പിളർന്നവരെ വിടുവിച്ചു എന്നുള്ള കാര്യമാണ് ഫറവോന്റെ കയ്യിൽ നിന്ന്. ആ പുസ്തകത്തിൽ അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാവോ? ദൈവം സീനായി ഇറങ്ങി വന്ന് 10 കൽപ്പനകൾ കൊടുത്തു. പുറപ്പാട് പുസ്തകം. ലേവ്യ പുസ്തകത്തിൽ എന്താ പറഞ്ഞേക്കുന്നത്? ആരാധനയ്ക്കും യാഗത്തിനുമുള്ള പ്രമാണങ്ങൾ. അപ്പോ വിടുതൽ പ്രാപിച്ച ജനം ആ വിടുതലിൽ നിലനിൽക്കണമെങ്കിൽ, ആ കൂട്ടായ്മ, ആ സ്വാതന്ത്ര്യം അവർക്ക് നിലനിൽക്കണമെങ്കിൽ they need to do something. അവര് ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിക്കണം, ദൈവത്തെ ആരാധിക്കണം. അതിനുള്ള പ്രമാണമാണ്. ഇവരെ കുരുക്കാൻ വേണ്ടിയൊന്നുമല്ല പ്രമാണം കൊടുത്തത്. അവരുടെ ആ സ്വാതന്ത്ര്യം നിലനിർത്താനും ആ ദൈവവുമായുള്ള കൂട്ടായ്മയുടെ ബന്ധം ഉറപ്പിക്കുവാനുമാണ് ഈ പ്രമാണങ്ങൾ കൊടുത്തതും ഈ ആരാധനയുടെ നിയമങ്ങൾ കൊടുത്തതുമെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എക്കാലത്തും അത് ദൈവത്തിന്റെ ഒരു ആഗ്രഹമാണ്. കാര്യം നമ്മൾ ദൈവത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിട്ടുണ്ട് അനേക പ്രാവശ്യം. പലപ്പോഴും നമ്മൾ ചില വിഷയങ്ങളുടെ മുമ്പിൽ പ്രയാസപ്പെടുമ്പോൾ ദൈവത്തോട് വിടുതലിനായിട്ട് പ്രാർത്ഥിക്കും. ദൈവം വിടുവിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മുടെ വഴി, പിന്നെ നമ്മൾ പോകുന്നത് ദൈവം അടുത്ത ഒരു വിഷയത്തിന് വിടുതൽ തരുമ്പോഴാണ്. അങ്ങനെ ആയിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൽ നിന്നും എന്തെങ്കിലും വിടുതൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ മറന്നുപോകാതെ ദൈവത്തെ നമ്മൾ അനുസരിക്കണം. ദൈവത്തിന്റെ സന്നിധിയിൽ ചില ഉടമ്പടികൾ നാം ചെയ്യണം. ഇനിയും എൻ്റെ ജീവിതത്തിൽ ആ പരാജയം സംഭവിക്കത്തില്ല, ഇനിയും എൻ്റെ ജീവിതത്തിൽ ആ തെറ്റ് വരുവാൻ ഞാൻ അനുവദിക്കത്തില്ല, ഞാൻ ദൈവസന്നിധിയിൽ ഒരു ഉടമ്പടി ചെയ്യുന്നു എന്ന് നമ്മൾ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കുവാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് നെഹമ്യാവും എസ്രയും അവരെല്ലാവരുടെ നമുക്കൊരു ഒരു 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 ക്രമീകരണം ചെയ്യാം, ഒരു നിയമം എഴുതി വെക്കാം. ഇതെല്ലാവരും പാലിച്ചിരിക്കണം. ഉടനെ തന്നെ അതിന്റെ താഴെ ആളുകൾ എല്ലാവരും കൂടെ വന്ന് സിഗ്നേച്ചർ ചെയ്തു. ഞാനത് എഗ്രി ചെയ്തിരിക്കുന്നു, ഞാൻ അതിന് സമ്മതിച്ചിരിക്കുന്നു. അതാണ് 10:1 മുതൽ മുദ്രയിട്ടവർ ആരെന്നാൽ എന്ന് പറഞ്ഞാൽ സിഗ്നേച്ചർ ചെയ്തവർ ആരെന്നാൽ അവരുടെ പേരുകൾ ആ താഴെ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. എല്ലാവരുടെയും പേരുകളില്ല, ഈവൻ എസ്രായുടെ പേര് പോലും അതിനകത്തില്ല. കാര്യം അതിനകത്തിൽ പ്രധാനപ്പെട്ട കുടുംബത്തലവന്മാരുടെ പേരുകളാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ നമ്മളിവിടെ വായിച്ച കാര്യം ചില ആളുകൾ അതിനകത്ത് ഒപ്പിട്ടതായി നമുക്ക് കാണുന്നില്ല. എന്നാൽ അവരെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് അവര് തീരുമാനമെടുത്തതാണ് പരിജ്ഞാനവും തിരിച്ചറിവുമുള്ള ഏവരും ശ്രേഷ്ഠന്മാരായ തങ്ങളുടെ സഹോദരന്മാരോട് ചേർന്ന് ദൈവത്തിന്റെ ദാസനായ മോശ മുഖാന്തരം നൽകിയ പ്രമാണം അനുസരിക്കാമെന്ന് തീരുമാനിച്ചു. സ്തോത്രം. അപ്പൊ ഞാൻ ഇന്ന് ഈ പാരഗ്രാഫിന് ഒരു ടൈറ്റിൽ കൊടുക്കുവാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് എന്റെ മനസ്സിൽ വന്ന ചിന്ത ഇതാണ്: ടു ഹും വി ആർ സ്റ്റാൻഡിങ് വിത്ത്. നമ്മൾ ആരോടാണ് ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നത്, ചേർന്ന് നിൽക്കുന്നത്? നമുക്ക് ആരോടെങ്കിലും ചേർന്ന് നിൽക്കണം. നമ്മൾ നിൽക്കും, നമുക്ക് തനിയെ പറ്റത്തില്ല, അത് നമ്മുടെ ഒരു പ്രകൃതിയാണ്. എന്നാൽ നമ്മളാണ് തീരുമാനിക്കേണ്ടത് ആരോടാണ് ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നത്. സ്തോത്രം. ലോക മനുഷ്യരോട് വേണമെങ്കിൽ നമുക്ക് ചേർന്ന് നിൽക്കാം, ഈ വലിയ തത്വജ്ഞാനം പറയുന്നവരോട് വേണേൽ നമുക്ക് ചേർന്ന് നിൽക്കാം. എന്നാൽ നമ്മെ വിടുവിച്ച, നമുക്ക് വേണ്ടി കരുതിയ, പ്രവർത്തിച്ച ദൈവത്തോട് ചേർന്ന് നിൽക്കണമോ? നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച
വിശുദ്ധന്മാരായ ദൈവമക്കളോട് നാം ചേർന്ന് നിൽക്കണമോ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഇവിടെ നമ്മൾ വായിക്കുന്നു, പരിജ്ഞാനവും തിരിച്ചറിവുമുള്ള ഏവരും ശ്രേഷ്ഠന്മാരായ തങ്ങളുടെ സഹോദരന്മാരോട് ചേർന്ന് നിന്നു. അപ്പോൾ പരിജ്ഞാനവും തിരിച്ചറിവുമുള്ള ജനം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് പരിജ്ഞാനം നൽകി. കർത്താവിനെ കുറിച്ചുള്ള ആ പരിജ്ഞാനം ദൈവം നമുക്ക് നൽകി. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് ദൈവാത്മാവ് തന്റെ പിതാവിനോട് പ്രവചന രൂപത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ചിന്തിച്ചപ്പോൾ ദൈവം അദ്ദേഹത്തിന്റെ കൊടുത്ത ദൗത്യം എന്താണെന്ന് 1-ാം അധ്യായത്തിൽ നിന്ന് എനിക്ക് വായിക്കുവാൻ കഴിഞ്ഞു. അതിന്റെ ഒരു ഭാഗം ഞാൻ വായിക്കാം. ലൂക്കോസ് 1:17 വാക്യം. ലൂക്ക് ചാപ്റ്റർ 1:17. നീതിമാന്മാരുടെ ബോധത്തിലേക്കും എന്ന് പറഞ്ഞാൽ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിനു വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. ആരുടെ കാര്യമാ? യോഹന്നാൻ സ്നാപകന്റെ കാര്യമാണ്. അപ്പൊ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് ദൈവത്തിനൊരു ഗോളുണ്ട്, ഒരു മിഷൻ ഉണ്ടെന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. എന്താണത്? സ്തോത്രം. അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും. ഈ വഴങ്ങാത്തവരെന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണ് വഴങ്ങത്തില്ല? വഴങ്ങാത്തവരെന്ന് പറയുമ്പം ഞാൻ പറയുന്ന മാത്രമാണ് ശരി, വേറെ ആരുടെ അഭിപ്രായം എനിക്ക് കേൾക്കേണ്ട. അവര് പറയുന്ന മുഴുവൻ എപ്പോഴും ഒരു ഡെഡ് എൻഡ് ആയിരിക്കും. ഒന്നേ ഞാൻ പറയുന്ന നടക്കണം, ഇല്ല ഇവിടെ ഒന്നും നടക്കണ്ട എന്നുള്ളതാണ്. എന്നാൽ എന്റെ അഭിപ്രായം ഇങ്ങനെയാ എന്നൊരു ഓപ്പൺ എൻഡിഡും അല്ല അവര് വഴങ്ങാത്തവരാണ്. ദൈവത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞാലും അവർ വഴങ്ങത്തില്ല. മാനസാന്തരപ്പെടണം, ദൈവത്തെ ആരാധിക്കണം, പ്രാർത്ഥിക്കണം, ഇതൊക്കെ പറഞ്ഞ് അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു വഴങ്ങാത്തവരുണ്ട്. അവരെ എന്ത് ചെയ്യണം? നീതിമാന്മാരുടെ ബോധത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരണം. എന്തോ ഈ നീതിമാന്മാരുടെ ബോധം എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ വഴിയാണ്, മാനസാന്തരത്തിന്റെ വഴിയാണ്. നീതിമാന്മാരുടെ ബോധം എന്ന് പറയുന്നത് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കണമെന്ന് വിശ്വസിക്കുന്നവരുടെ വഴിയാണ്. അല്ലാത്തവരുടെ വഴി ദുഷ്ടന്മാരുടെ വഴിയാണ്, ദൈവത്തെ അറിയാതെ പോകുന്നവരാണ്. എന്നാൽ ഈ വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്ക് തിരിച്ചു വരുത്തണമെന്നുള്ളത് യോഹന്നാൻ സ്നാപകനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശമാണ്. അതിന് തനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അതിന് താൻ ഏലിയാവിന്റെ ആത്മാവോടുകൂടെ അവന് മുമ്പായി നടക്കുമെന്നാണ് പറഞ്ഞത്. യേശുവിന് മുൻപായി ഏലിയാവിന്റെ ആത്മാവോടുകൂടെ ആ വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്ക് തിരിക്കണമെന്നുള്ളത് യോഹന്നാൻ സ്നാപകനെ കുറിച്ചുള്ള ദൈവോദ്ദേശമായിരുന്നു. എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? അപ്പൊ ഞാനിത് വായിച്ചപ്പോൾ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാനൊരു വഴങ്ങാത്തവനായി മാറല്ലേ. എപ്പോഴും നിന്റെ സന്നിധിയിൽ നിന്റെ വചനത്തിന് മുമ്പിൽ വഴങ്ങുന്നവനായിട്ടിരിപ്പാൻ എനിക്കിടയാക്കണമേ. സ്തോത്രം. ആ എന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് വഴങ്ങാത്ത അനേകരെയും നീതിമാന്മാരുടെ ബോധത്തിലേക്ക്, മാർഗത്തിലേക്ക് തിരിക്കുക എന്നുള്ളതാണ്. അതിന് എനിക്ക് ദൈവം എന്തോ ചെയ്തിരിക്കുന്നത്? യോഹന്നാൻ സ്നാപകൻ ഏലിയാവിന്റെ ആത്മാവ് കൊടുത്തെങ്കിൽ യേശുവിന് മുമ്പായിട്ട് ചെന്ന് അത് ചെയ്യുവാൻ അവനിടയാക്കി. എന്നാൽ എനിക്ക് ദൈവം തന്നിരിക്കുന്നത് യേശുവിന്റെ ആത്മാവാണ്. യേശുവിന്റെ ആത്മാവോടുകൂടെ, യേശുവിന് മുമ്പായിട്ടല്ല, യേശു മുമ്പിൽ പോയി കഴിഞ്ഞു. ഇനിയും യേശുവിന്റെ പിൻപേ ഞാൻ ചെന്ന് വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്ക് തിരിക്കുവാനായിട്ട് ദൈവം എന്നെയും നിങ്ങളെയും ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ആ ദൗത്യത്തിന് വേണ്ടി നമ്മെ ആക്കിയിരിക്കുന്നതിനാൽ നമുക്കെപ്പോഴും ആ ചിന്തയുണ്ടായിരിക്കണം. സ്തോത്രം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇവിടെ നമ്മൾ വായിച്ചത് ശ്രേഷ്ഠന്മാരായ ആളുകൾ എന്ന് പറഞ്ഞാൽ, സ്തോത്രം, അവരെപ്പോഴും ശ്രേഷ്ഠന്മാരായ ആളുകൾ, അവർ ഈ ആത്മീയ കാര്യങ്ങൾ, ഈ നീതിമാന്മാരുടെ ബോധം പ്രാപിച്ചവരാണ്. അവര് ശ്രേഷ്ഠന്മാരാണ്. എന്നാൽ അവര് ശ്രേഷ്ഠന്മാരാണ്, ഞങ്ങൾ കുറഞ്ഞവരാന്നല്ല. ശ്രേഷ്ഠന്മാരായ ഞങ്ങളുടെ സഹോദരന്മാര്, അവരും ഞങ്ങളുടെ സഹോദരന്മാരാണ്
ആ ഒരു സാഹോദരിക ബന്ധമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആരോടെങ്കിലും ചേർന്നിരിക്കുമെന്നാണല്ലോ ഞാൻ പറഞ്ഞത്. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ ഒരു പ്രത്യേക സംഭവം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു മുടന്തനായ ഒരു വ്യക്തി ദേവാലയത്തിന്റെ വാതിക്കൽ ഇരുന്ന് ഭിക്ഷയാചിക്കുകയായിരുന്നു. അങ്ങനെ അവൻ പോകുമ്പോൾ അവൻ അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ പത്രോസും യോഹന്നാനും പ്രാർത്ഥിക്കാനായിട്ട് കടന്നുപോയി. സ്തോത്രം. അവര് ഭിക്ഷയാചിച്ചെങ്കിലും അവര് പറയും, പൊന്നും വെള്ളി ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരാം, യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കെന്ന് പറഞ്ഞ് അവനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവന് സൗഖ്യം പ്രാപിച്ചു. അവനൊരു അത്ഭുത വിഷയമായി. അതിനുള്ള ബന്ധത്തിൽ ഈ പരീശന്മാരും സാദൂക്യരും മഹാപുരോഹിതന്മാരും ഒക്കെ കോപാകുലരായി പത്രോസിനെയും യോഹന്നാനെയും ഒക്കെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്തു. ഒടുവിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമുക്ക് ഇങ്ങനെയാ വായിക്കുവാൻ കഴിയുന്നത്. 4:14 സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരുടെ കൂടെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് എതിര് പറയുവാൻ വകയില്ലായിരുന്നു. സൗഖ്യം പ്രാപിച്ചവൻ ചെയ്തത് എന്താണ്? അവന് സൗഖ്യത്തിന് കാരണമായവരോട് ചേർന്ന് നിന്നു. സ്തോത്രം. അവൻ അവരോട് ചേർന്ന് നിന്നു. അതുകൊണ്ട് എതിരാളികൾക്ക് ഒന്നും ന്യായം പറയുവാൻ ഇല്ല എന്നാണ് നമ്മൾ വായിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മെ വിടുവിച്ചത് ആരാണ്? നമ്മുടെ കർത്താവ്. വിടുതൽ പ്രാപിച്ച നമ്മുടെ ഉത്തരവാദിത്വം ആ കർത്താവിനോട് ചേർന്ന് നിൽക്കുക, പറ്റി നിൽക്കുക. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. കാലേബോ, അവൻ എന്നോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് അവന് ഞാൻ ഈ വാഗ്ദത്ത ദേശത്ത് ഞാൻ അവനെ പ്രവേശിപ്പിക്കും, ഞാൻ അവനത് കൊടുക്കും. ദൈവത്തോട് പറ്റി നിന്നാൽ ദൈവം നമുക്ക് ചില വാഗ്ദത്തങ്ങൾ ഉണ്ടല്ലോ, അത് നമുക്ക് നൽകിത്തരും. സങ്കീർത്തനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായതൊന്നാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവത്തോട് പറ്റി നിൽക്കുക. അങ്ങനെ ദൈവത്തോട് പറ്റി നിൽക്കുന്നവരെ അവൻ കൈവിടത്തില്ല, അവൻ അവരെ വിടുവിക്കും. ആ ദൈവത്തോട് പറ്റി നിൽക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന വാഗ്ദത്തങ്ങൾ എത്ര പ്രതികൂലമാണെങ്കിലും ദൈവം അവർക്ക് നൽകുമെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഇവിടെ ഇവർക്ക് മനസ്സിലായി നമ്മുടെ ജീവിതത്തിൽ പരാജയം സംഭവിച്ചത്, നമ്മൾക്ക് ചില കുറവുകൾ സംഭവിച്ചു. ദൈവം നമ്മെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് നമ്മളുടെ ദേശം നഷ്ടപ്പെട്ടു, ആലയം നഷ്ടപ്പെട്ടു, നമ്മൾ പരിഹാസ വിഷയമായി. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനൊരു വാക്യം നമുക്ക് വായിക്കുവാൻ കഴിയും. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം എന്താ വായിക്കുന്നറിയാവോ? യേഹൂദ് മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ ഹാസോരിൽ വാണ കനാന്യ രാജാവായ യാബിന് വിറ്റ് കളഞ്ഞു. നമ്മുടെയൊക്കെ നാട്ടില് നമ്മള് ആടിനെയും പശുവിനെയും മൃഗങ്ങളെയൊക്കെ വളർത്തുന്നവരാണ്. ഞങ്ങൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ആടിനെയൊക്കെ തീറ്റുക, അതിനെ ലാളിക്കുക, വളർത്തുക എന്നൊക്കെ ഉള്ളത്. എന്നാൽ ചില സാഹചര്യം വരുമ്പോൾ അതിനെ വിൽക്കേണ്ടി വരും, വിറ്റ് കളയേണ്ടി വരും. ചില പണയിടപാടുകൾ തീർക്കാൻ വേണ്ടിയായിരിക്കാം. അത് മനസ്സോടല്ല നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതിനെ വിറ്റ് കളയുക, അത് നമ്മൾ അതിനെ സ്നേഹിച്ച് വളർത്തുന്ന നമുക്ക് തോന്നും ഇത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നവർ ഇതിനെ അറക്കുമോ, എന്തോ ചെയ്യും, ഇതിനെന്ത് സംഭവിക്കും, മൃഗങ്ങളാണ്, എന്നാലും നമുക്കൊരു പ്രയാസം വരും. ഇസ്രായേൽ മക്കളെ കുറിച്ച് ദൈവം പറയുന്നത് ഇസ്രായേൽ ജനമെന്നല്ല, ഇസ്രായേൽ മക്കളെ ദൈവം വിറ്റ് കളഞ്ഞെന്ന് ജാതികൾക്ക്. അപ്പൊ ഞാനത് വായിച്ചപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നിനക്കിഷ്ടമില്ലാത്തത് എന്റെ ജീവിതത്തിൽ വന്നിട്ട് നീ എന്നെ ശത്രുവിന് വിറ്റ് കളയാനിടയാകല്ലേ. അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കേട്ടോ. നമ്മുടെ ദൈവത്തിന് നമ്മോട് ഇഷ്ടമാണ്,
നമ്മൾക്ക് പ്രിയപ്പെട്ടവരാ, ദൈവത്തിന് നമ്മൾ പ്രിയപ്പെട്ടവരാണ്. പക്ഷേ അനിഷ്ടമില്ലാത്ത ദൈവത്തിനെ കോപിപ്പിക്കുന്ന കാര്യങ്ങൾ പിന്നെയും പിന്നെയും നാം ചെയ്താൽ ദൈവം നമ്മെ വിറ്റുകളയുവാനിടയാകും. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. ദൈവത്തിന് അനിഷ്ടമായതൊന്നും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരരുത് എന്നാണ് എനിക്കിവിടെ ഓർപ്പിക്കാനുള്ളത്. സ്തോത്രം. ഞാനിവിടെ ഓർപ്പിച്ചല്ലോ, ആരോടെങ്കിലും ചേർന്ന് നിൽക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. എന്നാൽ നമ്മെ വിടുവിച്ച ദൈവത്തോട് നമുക്ക് ചേർന്ന് നിൽക്കുന്നവയും പറ്റി നിൽക്കുന്നവരുമാകാം. സ്തോത്രം. ഇവരിവിടെ ചെയ്ത തീരുമാനം എന്താണ്? അവരുടെ ആ പ്രധാനപ്പെട്ടതായ ആ തീരുമാനങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്ന 5 തീരുമാനങ്ങൾ അവരെടുത്തു. സ്തോത്രം. ഞങ്ങളുടെ ദൈവത്തിന്റെ കൽപ്പനകളും ആചാരങ്ങളും എല്ലാം ഞങ്ങൾ ആചരിക്കും. ഞങ്ങളുടെ പുത്രിമാരെ ദേശത്തിലെ ജാതികൾക്ക് കൊടുക്കത്തില്ല, ഞങ്ങളുടെ പുത്രന്മാർക്ക് അവരുടെ പുത്രിമാരെ എടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ ആ അന്യജാതികളുമായിട്ട് വിവാഹബന്ധം ഞങ്ങൾ ചെയ്യത്തില്ല. അങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പം? അവരും മനുഷ്യരല്ലേ. സ്തോത്രം. ദൈവത്തിന് മുഖപക്ഷമില്ലല്ലോ. സ്തോത്രം. അതിന്റെ കാരണം എന്ന് പറയുന്നത് intermarriage was forbidden because of the temptation to worship other gods. അങ്ങനെ സംഭവിച്ചാൽ ആ അന്യജാതികളുടെ ദൈവത്തെ ആരാധിക്കുവാനുള്ള ടെംപ്റ്റേഷൻ വരും. അങ്ങനെ ദൈവവചനത്തിൽ പലതും വന്നിട്ടുണ്ട്. ഇസ്രായേൽ മക്കൾക്ക് രാജാക്കന്മാർക്ക് പോലും വന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കുവാനാണ് ആ ഒരു പ്രമാണം ദൈവം കൊടുത്തത്. എന്നാൽ അവരത് ലംഘിച്ചു. അവർ വിഗ്രഹാരാധികളായിട്ട് ഒടുവിൽ തീരുകയും ചെയ്തു. പിന്നെ അവർ തീരുമാനിച്ചത്, ഞങ്ങൾ ശബത്ത് നാളിനെ സൂക്ഷിക്കും. കഴിഞ്ഞ നാളുകളിൽ ദൈവം ഞങ്ങളോട് പറഞ്ഞു, എന്നാൽ ഞങ്ങൾ അത് ലംഘിച്ചു. ശബത്ത് നാളിൽ മന്ന പറക്കാൻ പോകരുതെന്ന് പറഞ്ഞു. അതിന്റെ തലേന്ന് പറക്കുന്നത് കേടുവരാതെ ഞാൻ സൂക്ഷിപ്പിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അവർക്കത് വിശ്വാസമായില്ല. അവര് ശബത്ത് നാളിൽ പിന്നെയും പോയി മന്ന പറക്കാനെ കൊണ്ട്. ദൈവത്തെ അവർ വിശ്വസിച്ചില്ല. ആർക്കറിയാം, എല്ലാ ദിവസവും മന്ന അന്നന്ന് പറക്കി തിന്നോണം, പിറ്റേ ദിവസത്തേക്ക് ഇരുന്നാൽ ക്രമിച്ചു പോകും. ഇന്ന് ഞങ്ങൾ തലേന്ന് ഇരട്ടി പറക്കിയാൽ നാളത്തേക്ക് ഇത് കേടാകാതിരിക്കുമോ എന്ന് പേടിച്ചായിരിക്കും അവര് പിറ്റേ ദിവസവും പറക്കാൻ പോയി. അത് ദൈവത്തിന് ഇഷ്ടമായില്ല. പിന്നെ അവരോട് പറയുന്നതാണ്, ഈ ശബത്ത് ഇയറിൽ നിങ്ങൾ കൃഷി ചെയ്യരുത്, ദേശം ശൂന്യമായിട്ട് വെറുതെ ഇട്ടേക്കണം. 7ാമത്തെ ശബത്ത് ഇയറിൽ അവര് കടങ്ങളൊക്കെ ഇളച്ചു കൊടുക്കണം, അടിമകളെയൊക്കെ വിടണം. ഇങ്ങനെയുള്ള പ്രമാണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും അവർ കീപ്പ് ചെയ്തില്ല, അതിനെല്ലാം ലംഘിച്ചു. അപ്പോൾ അത് ദൈവത്തിന് പ്രസാദകരമല്ലാത്ത കാര്യമായതുകൊണ്ട് ദൈവം അവരെ അടിമത്തത്തിലേക്ക് പോയിട്ട് നിർബന്ധവശാൽ ആ ശബത്ത് വർഷങ്ങൾ തികയത്തക്കവണ്ണം ദൈവം അവരെ പ്രവാസത്തിലേക്ക് വിട്ടു എന്ന് നമ്മൾ ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. അവരത് മനസ്സിലാക്കി. അതിനുശേഷം ബൈയിങ് ആൻഡ് സെല്ലിങ് ഓൺ സാബത്ത് ഡേ. സ്തോത്രം. ശബത്ത് നാളിൽ വിൽക്കാൻ പാടില്ല, വാങ്ങാൻ പാടില്ല. ഒരുപക്ഷെ അന്ന് ഈ വിൽക്കാനും വാങ്ങാനും ഒക്കെ പോയില്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഭൗതികമായിട്ട് അവരുടെ പ്രോഫിറ്റ് നഷ്ടമാകുമായിരിക്കും. പക്ഷേ അവിടെ വിഷയം എന്ന് പറയുന്നത് ഒരു വാട്ട് ദ പീപ്പിൾ ലവ് മോർ, ഗോഡ് ഓർ മണി. ദൈവത്തെയാണോ പണത്തെയാണോ കൂടുതൽ സ്നേഹിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ശബത്ത് നാളിൽ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നില്ല എങ്കിൽ പണത്തേക്കാൾ ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഒരു ദിവസത്തെ ആദായം ദൈവത്തിനായിട്ട് അവര് ഉപേക്ഷിക്കുകയാണ്. തിരുവനന്തപുരത്ത് നമ്മളിങ്ങനെ വാക്യം വായിക്കുന്നുണ്ടല്ലോ, ദിസ് ടോൾഡ് ഹിം അബൌട്ട് ദ കണ്ടീഷൻ ഓഫ് ദെയർ ഹാർട്ട്. മത്തായി 6:21 നമ്മൾ വായിക്കുന്നു, നമ്മുടെ നിക്ഷേപമുള്ളിടത്ത് നമ്മുടെ ഹൃദയവും ഇരിക്കും. അപ്പം ദൈവം ഈ പ്രമാണം കൊടുത്തത്, ഈ ശബത്ത് നാളെന്ന് പറയുന്ന ഒരു ദിവസം ആരാധനയ്ക്ക് വെക്കുന്നില്ലെങ്കിൽ ജനം ദൈവത്തെ ആരാധിക്കാൻ ഒരുപക്ഷെ മറന്നുപോകാൻ സാധ്യതയുണ്ട്. പുതിയ നിയമം നമ്മൾ പഠിച്ചാൽ ഈ പുതിയ നിയമത്തിൽ ശാബത്ത് കീപ്പ് ചെയ്യുവാനുള്ള പ്രമാണം കൊടുത്തിട്ടില്ല. അത് ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിലുള്ള ഒരു പ്രത്യേക പ്രമാണമായിരുന്നു. എന്നാൽ ഈ പുതിയ നിയമത്തിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുവാൻ ഒരു ദിവസം വേർതിരിക്കുന്നു. അത് സൺഡേ ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസമായതുകൊണ്ടല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ദിവസമായതുകൊണ്ടും ആഴ്ചവട്ടത്തിന്റെ 1ാം ദിവസമായതുകൊണ്ടും ആഴ്ചവട്ടത്തിന്റെ 1ാം ദിവസം
നമ്മുടെ പിതാക്കന്മാർ ദൈവത്തെ ആരാധിക്കുവാൻ കൂടി വന്നതിനാൽ ആ പ്രമാണം അനുസരിച്ച് നമ്മൾ ദൈവത്തെ ആരാധിക്കുവാൻ കൂടി വരികയാണ്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാൻ നാം ഒരു സമയം, ഒരു ദിവസം വേർതിരിക്കണം. ഈ ലോകത്തിലെ ഭൗതികമായ കാര്യങ്ങളെക്കാൾ നമ്മൾ ദൈവീക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കണം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീഡിയോ, ഒരു ക്ലിപ്പിനകത്തൊരു സ്റ്റോറി പറഞ്ഞത് എന്നെ വളരെ ചിന്തിപ്പിച്ചു. ഒരു ഗ്രാൻഡ്മ, അവർ തനിയെ താമസിക്കുന്നത്. അവർക്ക് തോന്നി, ഞാൻ തനിയാണല്ലോ താമസിക്കുന്നത്, എന്നോട് കാര്യം പറയാൻ ആരുമില്ല. ഒരു സ്പീക്കിംഗ് പാരറ്റിനെ മേടിക്കാനായിട്ട് അത് തീരുമാനിച്ചു. അവർ കടയിൽ പോയി ഒരു പാരറ്റിനെ കണ്ടു, നല്ല സംസാരിക്കും എന്നൊക്കെ പറഞ്ഞു. ഈ പാരറ്റിനെ മേടിച്ച് നല്ലൊരു കേജിനകത്ത്, ഒരു കൂടിനകത്താക്കി വീട്ടിൽ കൊണ്ടുവന്നു. പക്ഷെ ഈ കേജ് ഒന്നും സംസാരിച്ചില്ല. അവര് തിരിച്ച് കടയിൽ കൊണ്ടുപോയി, നീ പറഞ്ഞോണോ, ഈ പാരറ്റ് കാര്യമൊന്നും പറയുന്നില്ല, തിരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അന്നേരം ആ കടക്കാരൻ പറഞ്ഞു, ഈ കൂടിനകത്തുണ്ടല്ലോ നല്ല ഒരു ലാഡർ പിടിപ്പിക്കാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കയറി ഇറങ്ങി സന്തോഷമാകുമ്പം കാര്യം പറയുന്നു. ശരി, എന്താട്ടെന്ന് പറഞ്ഞ ഒരു ലാഡർ മേടിച്ച് ഇതിനകത്തൊക്കെ വെച്ച് വീട്ടിൽ കൊണ്ടുപോയി. പക്ഷേ പാരറ്റ് വീണ്ടും സംസാരിച്ചില്ല. അവർ പിന്നെ കടയിൽ തിരിച്ചു കൊണ്ടുപോകും. നീ ഞാൻ പറഞ്ഞോളാം ലാഡറൊക്കെ മേടിച്ചു, പക്ഷെ ഇത് സംസാരിക്കുന്നില്ലല്ലോ. എന്നൊരു കാര്യം ചെയ്യും, ഒരു ഊഞ്ഞാലൂടെ മേടിച്ചു വെക്കാന്നുണ്ടെങ്കിൽ ചിലപ്പോ ഈ ഊഞ്ഞാലയിൽ ഇരുന്ന് ഇങ്ങനെ ആടുമ്പം അത് സന്തോഷമായിട്ട് കാര്യം പറയും. ഊഞ്ഞാലിന് എന്താ പറയുന്നത് ഇംഗ്ലീഷിൽ? ഓക്കെ വാട്ടവർ. അപ്പൊ അവര് ശരി എന്നാ മേടിക്കാന്ന് വിചാരിച്ച് വില കൊടുത്ത് അതും വാങ്ങിച്ചു വീട്ടിൽ കൊണ്ടുപോയിട്ടും പാരറ്റിനൊരു വ്യത്യാസമില്ല, പാരറ്റ് സംസാരിക്കുന്നില്ല. അവർക്ക് വിഷമായി, അവര് കടയിൽ കൊണ്ടുവന്നു. പക്ഷെ അവര് നോക്കിയപ്പം പാരറ്റ് അങ്ങ് ചത്തുപോയി. അയാള് കടയിൽ കൊണ്ടുവന്നു. അന്നേരം അവരോട്, നീ പറഞ്ഞോണം, ഞാൻ ലാഡർ മേടിച്ചു, ഊഞ്ഞാല് മേടിച്ചു, പാരറ്റ് സംസാരിച്ചിട്ട് ചത്തുപോയി. ചാകുന്നതിന് മുമ്പ് അതെന്തെങ്കിലും പറഞ്ഞായിരുന്നു. എന്തോ പറഞ്ഞ? ഐ എം ഹംഗ്രി, ഞാൻ ഹംഗ്രിയാന്ന് പറഞ്ഞായിരുന്നു, ചത്തും പോയി. പക്ഷേ ദൈവത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, ഒന്നാം കാര്യത്തിന് ഒന്നാം സ്ഥാനം, ഫസ്റ്റ് വി നീഡ് ടു ഗിവ് പ്രിഫറൻസ് ഫോർ ഫസ്റ്റ് തിങ്, അല്ലെ? അപ്പം ഈ പാരറ്റിനുള്ള ബന്ധത്തിൽ ഫസ്റ്റ് തിങ് എന്തായിരുന്നു? ഫുഡായിരുന്നു. അതിന് ആഹാരമായിരുന്നു. ആഹാരം കൊടുത്തില്ല, അതിന് ലാഡർ മേടിച്ചു, അതിനെ സുഖിപ്പിക്കാൻ ഊഞ്ഞാല് മേടിച്ചു. പക്ഷെ ആഹാരം കൊടുക്കാൻ ഈ ഗ്രാൻഡ്മ മറന്നുപോയാ ചത്തുപോയി. സ്തോത്രം. അപ്പൊ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മളും ഇതുപോലെ അല്ലേ ചെയ്യുന്നത് എന്ന് ഞാൻ ചിന്തിക്കാനിടയായി തീർന്നു. നമ്മൾ പലതിനും പ്രാധാന്യം കൊടുക്കുകയാണ്. നമ്മളൊരു പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട്, ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ എനിക്ക് പിന്നെ ദൈവകാര്യങ്ങൾക്കൊക്കെ സമയമെടുത്ത് ഞാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇരിക്കുക. പക്ഷേ നമ്മൾ പാരറ്റ് ചാകുന്നത് നമ്മൾ കണക്കാക്കുന്നില്ല. നമ്മുടെ അകത്തെ മനുഷ്യന് ഫുഡ് കൊടുക്കണമെന്നുള്ള വിഷയം നമ്മൾ മറന്നു പോകുന്നു. നമ്മുടെ ഈ ശരീരത്തിന്റെ കാര്യങ്ങൾ പോലെ തന്നെ നമ്മുടെ അകത്തെ മനുഷ്യനും പ്രാധാന്യമുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കി പ്രാധാന്യം കൊടുക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ നഷ്ടമുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ദൈവീയ കാര്യങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു, ദൈവത്തിനു വേണ്ടി എന്തു വേണ്ടെന്ന് വെക്കുവാൻ നമ്മൾ തീരുമാനമെടുക്കുന്നു. സ്തോത്രം. നമ്മുടെ ജീവിതത്തെ നമുക്കൊരു സ്വയപരിശോധന ചെയ്യുവാൻ ദൈവം ഇടയാക്കട്ടെ. താഴോട്ട് നിങ്ങൾ വായിച്ചാൽ നമുക്കവിടെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ ശബത്ത് കീപ്പ് ചെയ്യും. ശബത്ത് നാളിലെ ആ വിമോചനം പോലെ ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ ക്ഷമിക്കേണ്ടത് ക്ഷമിക്കും, കടം ഇളച്ചു കൊടുക്കും. അതെല്ലാം അവർ തീരുമാനിച്ചു. അതിനുശേഷം അവരൊരു ലിസ്റ്റ് ഉണ്ടാക്കി. ആരെല്ലാം വിറക് കൊണ്ടുവരണം ആലയത്തിൽ, ആരെല്ലാം അപ്പത്തിന് മാവും എണ്ണയും ഒക്കെ കൊണ്ടുവരണം, ഇതെല്ലാം അവർ തീരുമാനിച്ചു. ഓരോരുത്തരുടെ പേരിലും ലിസ്റ്റ് ഉണ്ടാക്കി. ഒടുവിലത്തെ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു. 39-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്: ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം ഞങ്ങൾ കൈവിടുകയില്ല. നെഹമ്യാവ് 10-11 വാക്യം, 39-ന്റെ ഒടുവിലത്തെ വാക്യം. ഞങ്ങൾ ദൈവത്തിന്റെ ആലയം കൈവിടുകയില്ല. നമ്മൾ പ്രാർത്ഥിക്കുകയും
ദൈവവചനത്തിലുള്ള ഉപദേശ കാര്യങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുക മാത്രം പോരാ, നമ്മൾ ദൈവാലയത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, അതിന്റെ നിലനിൽപ്പിനു വേണ്ടി നാം ഇൻവോൾവ് ചെയ്യേണ്ടവരാകണം. ട്രെയിനിലോ ബസ്സിലോ കയറി നമ്മുടെ സ്റ്റേഷനിൽ വരുമ്പോൾ ഇറങ്ങിപ്പോകുന്നവരെ പോലെയല്ല. ദൈവം നമ്മെ ഈ ദൈവത്തിന്റെ ആലയത്തിലാക്കിയിരിക്കുകയാണ്. ആ ആലയത്തിന്റെ പുഷ്ടി, അതിന്റെ വളർച്ച, അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നാം ഇൻവോൾവ് ചെയ്യണമെന്നുള്ളത് ദൈവത്തിന്റെ ഉദ്ദേശമാണ്. നമ്മളുടെ ആ ഇൻവോൾവ്മെന്റ് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള ആ സ്നേഹം വെളിപ്പെടുത്തുന്നതാണ്. ദൈവത്തിന്റെ ആലയത്തോടുള്ള ദൈവത്തിന്റെ ആലയം വർദ്ധിക്കണം, അത് വളർച്ച പ്രാപിക്കണം. ഈ പുതിയ നിയമത്തിൽ അക്ഷരികമായ ശാബത്തല്ല വിഷയം. ഈ പുതിയ നിയമത്തിൽ അക്ഷരികമായ പള്ളിയോ ബിൽഡിങ്ങോ അല്ല വിഷയം. ഈ പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ ആലയം, ദൈവത്തിന്റെ സഭയാം ദേവാലയമാണ്. ഈ പുതിയ നിയമത്തിൽ ശബത്ത് എന്ന് പറയുന്നത് ദൈവത്തിനു വേണ്ടി ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി വേർതിരിക്കുന്നതായ സമയവും ഡെഡിക്കേഷനുമാണ്. ദൈവത്തിന്റെ വചനം നാം ശ്രദ്ധയോടെ അനുസരിക്കുമെന്ന് തീരുമാനമെടുക്കുന്നതാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ വിടുതല് നമുക്ക് നിലനിർത്തുവാൻ കഴിയുള്ളൂ. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഓർപ്പിച്ചതായ വചനം ഞാൻ ഒന്നുകൂടി ഓർപ്പിച്ച് അവസാനിപ്പിക്കട്ടെ. ശമൂവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 2 ശമൂവേൽ 7-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ വായിച്ചതായ ഒരു വേദഭാഗമുണ്ടല്ലോ. ദൈവം ദാവീദിന് സ്വസ്ഥത കൊടുത്ത ശേഷം താൻ മനോഹരമായ കൊട്ടാരത്തിൽ പാർക്കുമ്പോൾ താൻ ഇപ്രകാരം നാഥാനോട് പറഞ്ഞു. നാഥാനെ 7-ാം അധ്യായമാണ്, 2 ശമൂവേൽ 7-ന്റെ 1 മുതലുള്ള വാക്യമാണ് ഞാൻ പറയുന്നത്. നാഥാനെ, ഞാനിവിടെ മനോഹരമായ ദേവദാരു കൊണ്ടുള്ള കൊട്ടാരത്തിലാണ് പാർക്കുന്നത്. എന്റെ ദൈവത്തിന്റെ ആലയം ഇപ്പോഴും ശീലകൾ പൊതിഞ്ഞിങ്ങനെ വെച്ചേക്കുവാണ്, തിരശീലയ്ക്കകത്ത് വെച്ചേക്കുവാണ്. അപ്പം എനിക്ക് ദൈവത്തിന്റെ ആലയത്തെ ഒന്ന് മാനിക്കണം, ദൈവത്തിനൊരു മനോഹരമായ ആലയം പണിയണം. നാഥാൻ ദൈവത്തിന്റെ പ്രവാചകനാണ്. അദ്ദേഹം ചാടിയെന്ന് പറഞ്ഞു, നിന്റെ മനസ്സുപോലെ അങ്ങ് ചെയ്തു, ദൈവം നിന്നോട് കൂടെയുണ്ട്. പക്ഷെ അത് ദൈവാലോചനയൊന്നും അല്ലായിരുന്നു. സ്തോത്രം. രാത്രിയിൽ നാഥാനോട് ദൈവം പറഞ്ഞു, നാഥാനെ നീ ദാവീദിനോട് എന്ന് പറ, നീ അല്ല ആലയം പണിയേണ്ടത്, നിന്റെ മകൻ ആലയം പണിതോളും എന്ന് പറയാൻ പറഞ്ഞു. അതിനുശേഷം ദൈവം പറഞ്ഞു, ഇത്രയും നാൾ ഞാൻ ഈ ജനത്തെ വിടുവിച്ചിട്ട് ഇവരോട് എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ എനിക്കൊരു ആലയം വേണം കേട്ടോ, എനിക്ക് വേണ്ടി ഒരു ആലയം പണിയണമെന്നല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാനിങ്ങനെ കൂടാരത്തിൽ തിരശ്ശീലയ്ക്കകത്തല്ലേ പാർക്കുന്നത്, എന്നാൽ നിനക്കിതിനുള്ള താല്പര്യം തോന്നിയല്ലോ, അതുകൊണ്ട് നീ ദാവീദിനോട് പറ, ഞാൻ പുൽപ്പുറത്ത് ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്നിടത്തു നിന്ന് ഞാൻ നിന്നെ പ്രഭുവായിട്ട് തെരഞ്ഞെടുത്തു, ഇസ്രായേലിന്റെ പ്രഭുവായിട്ട് ഞാൻ നിന്നെ വെച്ചു. നിനക്ക് ഒത്തിരി ശത്രുക്കൾ ഉണ്ടായിരുന്നു, അവരെല്ലാം ഞാൻ മാറ്റി നിനക്ക് സ്വസ്ഥത തന്നു. സ്തോത്രം. അതും പോരാ, ഇനിയും ഞാൻ നിനക്ക് നിന്റെ തലമുറയുണ്ടല്ലോ, നിനക്ക് ശേഷം നിന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ ഞാൻ നിനക്ക് ഒരു സന്തതിയെ തരും, അവരുടെ സിംഹാസനം സ്ഥിരമായിരിക്കും. നിന്റെ പേര് ഞാൻ മഹാന്മാരുടെ പേര് പോലെ വലുതാക്കും. ഈ വാഗ്ദത്തങ്ങളൊക്കെ അങ്ങോട്ട് കൊടുത്തു. ദൈവത്തിന് ഒരു ആലയം പണിയാമെന്ന് ആഗ്രഹിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും ദൈവം പറയുകയാണ്, അവന്റെ ആ മനസ്സ് കണ്ടിട്ട് ദൈവം പറയുക, ഞാൻ നിനക്ക് ഇനിയും അനുഗ്രഹങ്ങൾ തരും. ഉടനെ ദാവീദ് പറഞ്ഞതാ എന്റെ വിഷയം. 19-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞത്. 18 മുതൽ ഞാൻ വായിക്കട്ടെ. അപ്പോൾ ദാവീദ് രാജാവ് അകത്തിയെന്നു യഹോവയുടെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞത് എന്തെന്നാൽ, കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആര്? എന്റെ ഗ്രഹവും എന്തുള്ളൂ? കർത്താവായ യഹോവേ, ഇതും പോരാ എന്ന് നിനക്ക് തോന്നിയിട്ട്, സ്തോത്രം, വരുവാനുള്ള ദീർഘകാലത്തേക്ക് അടിയന്റെ ഗ്രഹത്തെക്കുറിച്ചും നീ അരുളി ചെയ്തിരിക്കുന്നു. കർത്താവായ യഹോവേ, ഇത് മനുഷ്യർക്ക് ഉപദേശമല്ലോ. ദൈവം ദാവീദിനെ അനുഗ്രഹിച്ചു. കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചിന്തിച്ചു, ദൈവമേ, ഇത്രത്തോളം ദാവീദിനെ നീ അനുഗ്രഹിക്കുവാൻ അവനിൽ എന്താ പ്രത്യേകത ഉള്ളത്? അവൻ അത്ര വിശുദ്ധനാണോ? അവന്റെ ജീവിതത്തിലും പരാജയമൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലേ, തെറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ തെറ്റവന് ബോധ്യമാക്കി കൊടുത്തപ്പോൾ അനുതാപത്തോട് ദൈവസന്നിധി കിടന്ന് നിരപ്പ് പ്രാപിച്ചു. തെറ്റേറ്റു പറഞ്ഞ് ക്രമീകരണം വരുത്തുവാൻ മനസ്സുള്ളവൻ, താഴ്മയുള്ളവൻ, ശത്രുവിനെ കയ്യിൽ കിട്ടിയിട്ടും അവന്റെ വധനെ കൊല്ലാതെ അവന്റെ അങ്കിയുടെ ഒരു അറ്റം മുറിച്ചെടുത്തെന്ന് പറഞ്ഞ് കുറ്റബോധം വന്നവൻ. സ്തോത്രം. ദൈവത്തെ ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞവൻ,
7 പ്രാവശ്യം ദൈവത്തെ ആരാധിക്കുമെന്ന് പറഞ്ഞവൻ, ദൈവം അവനെ കുറിച്ച് പറഞ്ഞു, ഇവൻ എന്റെ ഹൃദയപ്രകാരമുള്ളവനാണ്. അവനെയാണ് ദൈവം അനുഗ്രഹിച്ചത്. അപ്പൊ അവൻ പറയുകയാണ്, ഇത്രയും എന്നെ അനുഗ്രഹിച്ചത് പോരാ എന്ന് നിനക്ക് തോന്നിയിട്ട് നീ എന്റെ തലമുറകളെ കുറിച്ചുള്ള വലിയ വാഗ്ദത്തം കൂടെ തന്നല്ലോ. ദൈവമക്കളെ, ഇന്ന് ഈ വചനത്തിലൂടെ എനിക്ക് നമ്മളെ ഓർപ്പിക്കുവാനുള്ളത്, നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നാം ദൈവത്തെ പരമാർത്ഥമായി സേവിച്ചാൽ, നാം അവനോട് പറ്റി നിന്നാൽ, ദാവീദിനെ പോലെ നാം ദൈവത്തെ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും താഴ്മയുള്ളവരായി ജീവിതത്തിലെ കുറവുകളെ സമ്മതിച്ച് ക്രമപ്പെടുത്തുവാൻ മനസ്സുവെക്കുന്നവരാണെങ്കിൽ, ദൈവം പറയും, ഞാൻ ഇവളെ അനുഗ്രഹിച്ചത് പോരാ, ഇനിയും ഞാൻ ഇതിലധികമായിട്ട് ഇവരെ അനുഗ്രഹിക്കും. ഭൗതികമായി മാത്രമല്ല, ആത്മീയമായും തലമുറയായും ഞാൻ ഇവരെ അനുഗ്രഹിക്കുമെന്ന് ദൈവം നമ്മോട് ഓരോരുത്തരോടും പറയും. ഇന്ന് പകലിൽ ദാവീദിനോട് പറഞ്ഞ ദൈവം ഇവിടുണ്ട്. ഈ അനുഗ്രഹം എനിക്ക് വേണമെന്ന് ആരാഗ്രഹിക്കും? ദൈവമേ, ഇത് എന്നോടും കൂടെ നീ പറയണം. ഞാൻ അവനെ ഇത്രയും അനുഗ്രഹിച്ചത് പോരാ, ഇവളെ ഇത്രയും അനുഗ്രഹിച്ചത് പോരാ, ഇവന്റെ ജീവിതം ക്രമീകരിച്ചത് ഞാൻ കണ്ടു, ഇവന്റെ ഡെഡിക്കേഷൻ കണ്ടു, എന്റെ ആലയത്തോടുള്ള ആഗ്രഹം ഞാൻ കണ്ടു, ഞാൻ അധികമായി അനുഗ്രഹിക്കുമെന്ന് ദൈവം പറയും. അടുത്ത ഒടുവിൽ പറഞ്ഞ ആ വചനം ശ്രദ്ധിക്കണം, ഇത് മനുഷ്യർക്ക് ഉപദേശമല്ലോ. അതെന്തോ മനുഷ്യർക്ക് ഉപദേശം? സ്തോത്രം. മനുഷ്യര് പറയും എന്താ പറഞ്ഞത്? നോക്ക്, ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ഈ മനുഷ്യനെ ദൈവം ഇത്ര മാത്രം അനുഗ്രഹിച്ചു. അപ്പൊ ദൈവത്തെ സേവിച്ചാൽ, ദൈവത്തിന്റെ സന്നിധിയോട് അടുത്ത് നിന്നാൽ ദൈവം എന്നെയും അനുഗ്രഹിക്കുമെന്ന് മനുഷ്യർക്കൊരു ഉപദേശമാകും. അതാണ് 58:11 സങ്കീർത്തനം നമ്മൾ വായിക്കുന്നത്, നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയമെന്ന്, ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയമെന്ന് മനുഷ്യര് പറയും. അതല്ലേ നാം സങ്കീർത്തനത്തിൽ നിന്ന് വായിച്ചത്? നീ എന്നെ ഒരു അത്ഭുത വിഷയമാക്കിയിരിക്കുന്നു. മനുഷ്യര് പറയും, ഇവൻ ഒരു അത്ഭുതമായിരിക്കുന്നു, ഇവളൊരു അത്ഭുതമായിരിക്കുന്നു, ഇവളുടെ വീട് ഒരു അത്ഭുതമായിരിക്കുന്നു എന്ന് പറയത്തക്കവണ്ണം നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവന്റെ വീര്യപ്രവർത്തികളെ നമുക്ക് വരുന്ന തലമുറയോട് വർണ്ണിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. സ്തോത്രം. ഇന്ന് പകലിൽ നാം ആണ് തീരുമാനിക്കേണ്ടത്, ഞാൻ ആരോട് ചേർന്ന് നിൽക്കും? ശ്രേഷ്ഠന്മാരായ നീതിമാന്മാരുടെ ബോധമുള്ള ഭക്തന്മാരോട്, പ്രാർത്ഥിക്കുന്നവരോട്, വിശുദ്ധന്മാരോട് ഞാൻ ചേർന്ന് നിൽക്കുമോ? ഈ ലോക മനുഷ്യരോട് ഞാൻ ചേർന്ന് നിൽക്കുമോ? എന്നെ വിടുവിച്ച ദൈവത്തോട് ഞാൻ ചേർന്ന് നിൽക്കുമോ? അതോ ലോകശക്തികളോട് ഞാൻ ചേർന്ന് നിൽക്കുമോ? അങ്ങനെ നാം ദൈവത്തോട് ചേർന്ന് നിന്നാൽ, ദൈവത്തോട് പറ്റി നിന്ന യോശുവയെയും കാലേബിനെയും അനുഗ്രഹിച്ച ദൈവം, വാഗ്ദത്തങ്ങൾ നൽകിയ ദൈവം നമ്മെയും അനുഗ്രഹിക്കുവാൻ ശക്തനാണ്. ഇന്ന് പകലിൽ ആ ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചല്ലോ, എബ്രായർ 4:1 നമ്മൾ വായിക്കുന്നത്, അവരെ പോലെ നാമും ഒരു സ്വസ്ഥതയുടെ വചനം കേട്ടവരാണ്. പക്ഷേ കേട്ടവരായ അവർക്ക് ആ സദ്വർത്തമാനം അവർക്ക് ഉപകാരമായി ഭവിച്ചില്ല. കാര്യം എന്താ? വിശ്വസിച്ചില്ല. വിശ്വസിച്ചവരായ നാം അല്ലോ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. ഈ വചനം കേട്ടോണ്ടായില്ല കേട്ടോ. നമ്മൾ ആ വചനം, ധാരാളം വചനം നമ്മൾ കേൾക്കുന്നുണ്ട്, ആരാധന നമ്മൾ കേൾക്കുന്നുണ്ട്. കേൾക്കുന്നത് കൊണ്ടായില്ല, നമ്മൾ അത് വിശ്വസിക്കണം, അത് നമ്മൾ അനുസരിക്കണം, നമ്മൾ ആരാധിക്കണം, നമ്മളത് അനുഭവമാക്കണം. ദൈവത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, അനുസരിച്ചാൽ നിങ്ങൾ ദേശത്തിന്റെ നന്മ അനുഭവിക്കും. അല്ലെ? ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ഒത്തിരിയും കാര്യങ്ങൾ അറിയണമെന്നല്ല, നമ്മൾ അനുഭവിക്കണമെന്നാണ്. യേശുവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയണമെന്നല്ല, അറിയുന്ന നല്ലതാണ്. പുനരുത്ഥാന ശക്തിയെക്കുറിച്ചും വാഗ്ദത്തങ്ങളെ കുറിച്ചും അറിയണമെന്നല്ല, അത് നമ്മൾ അനുഭവിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്കത് അനുഭവിക്കണം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, എനിക്കിത് അനുഭവിക്കണം, നീ എന്നെ അനുഗ്രഹിക്കണം, നീയും എന്നെ കുറിച്ച് ഇങ്ങനെ പറയണം. ഞാൻ അവളെ ഇത്ര അനുഗ്രഹിച്ചത് പോരാ, ഞാൻ അവനെ ഇത്ര അനുഗ്രഹിച്ചത് പോരാ, ഇനിയും എന്റെ പക്കൽ ധാരാളമുണ്ട്, എനിക്കവരെ അനുഗ്രഹിക്കണം, അവരെ എനിക്ക് അത്ഭുത വിഷയമാക്കണം. നമ്മുടെ ദൈവത്തിന്റെ കരം കുറുകിയിട്ടില്ല. അവന്റെ പക്കൽ ധാരാളമുണ്ട്. അവൻ നമ്മെ അത്ഭുത വിഷയമാക്കും, അവൻ നമ്മെ അനുഗ്രഹിക്കും. ഇന്ന് പകൽക്കാലം കടന്നു വന്ന ഓരോ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവരും കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം ചെയ്യുന്നു. ഈ